ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത്. ജനാധിപത്യ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ എസൻസ് എന്ന് പറയുന്നത് പൗരബോധമാണ്. ഓരോ പൗരനും അവൻ്റെ സ്വതന്ത്രമായ അഭിപ്രായം പറയാനും അത് പ്രകടിപ്പിക്കാനുമുള്ള അവസരങ്ങളാണ് ഈ രാജ്യത്തുള്ളത്. അത് കൂടിയും കുറഞ്ഞുമൊക്കെ വ്യത്യസ്തമായെങ്കിലും ഇന്നും അതുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നാളെ അതുണ്ടാകുമോ എന്ന കാര്യം മറ്റൊരു വിഷയം. അതിൻ്റെ സാധ്യതകളാണ് ഈ ധ്രുവറാഠിയെപ്പോലെയുള്ള യൂട്യൂബർമാർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ഇന്ന് വളരെ സക്സസ്ഫുള്ളായി പ്രയോജനപ്പെടുത്തുന്നത്. നമ്മളുമൊക്കെ സാമൂഹ്യ മാധ്യമത്തിൽ വർത്തമാനം പറയുമ്പോൾ പലരും പല കാര്യങ്ങളും അയക്കാറുണ്ട്, ഫോർവേഡ് ചെയ്യാറുണ്ട്. ഇതൊക്കെ തന്നെയുമുണ്ട്. പൊതുവിൽ നമ്മൾ വിശ്വസിക്കുന്നത് ഇതൊക്കെ കുറച്ച് പേരുടെ ജോലിയാണ്, എനിക്കെന്ത് ചെയ്യാനാവും ഈ വ്യവസ്ഥയിൽ എന്നാണ് എല്ലാവരും ചിന്തിക്കാറുള്ളത്. എന്നാൽ ഏത് വ്യവസ്ഥയിലും ഓരോ മനുഷ്യനും അവൻ്റെ പൗരബോധം പ്രകടിപ്പിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ചിലർ പറയും അത് രഹസ്യമായി ഞങ്ങൾ വോട്ടിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന്. രഹസ്യമായി വോട്ടിട്ട് പ്രകടിപ്പിക്കുന്നത് മറ്റൊരു കാര്യം. എന്നാൽ പറയേണ്ടതുപോലെ പറയേണ്ട സ്ഥലത്ത് പറയാനുള്ള അവസരവും അവകാശവും ഉപയോഗിക്കുക എന്ന് പറയുന്നതും പ്രധാനമാണ്. നമ്മളൊരു ലാഭം കിട്ടുന്ന കച്ചവട സാധ്യത രൂപപ്പെട്ടാൽ അതിൻ്റെ ഏത് മാർഗവും നമ്മൾ അന്വേഷിക്കില്ലേ? എന്തെങ്കിലും ഒരു ലാഭം അതിൽ നിന്ന് നേടാനായി നമ്മൾ ശ്രമിക്കില്ലേ? അവിടെയാണല്ലോ ഇന്നത്തെ വസ്തു കച്ചവടത്തിലൊക്കെ ബ്രോക്കർമാരുടെ ശൃംഖല തന്നെ രൂപപ്പെടുന്നത്. അതിനെക്കുറിച്ചല്ല പറയുന്നത്. ധ്രുവറാഠി പങ്കുവെച്ച ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ചാനലിലാണ് അദ്ദേഹം അത് പങ്കുവച്ചത്. ബാംഗ്ലൂരിൽ വൃദ്ധനായ ഒരു മനുഷ്യൻ തൻ്റെ പൗരാവകാശം, പൗരബോധം പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ. നാളെ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന കർണാടകയിൽ നിന്നുള്ള കാഴ്ചയാണിത്. നിങ്ങൾക്കും കാണാം. ചിലപ്പോൾ ചില ഗുണപാഠങ്ങൾ നിങ്ങൾക്കും കിട്ടിയേക്കാം. It's a great job you are doing. This is a campaign that we really expect from you, great gentleman. Yeah, continue. You have another 2 days. You can see me in Google, YouTube, Instagram.